നൂറയോട് ഫ്ലേട്ടിംഗ് ചെയ്യാൻ ആദില കഴിഞ്ഞിട്ട് മറ്റാരും തന്നെയുള്ളൂ. നൂറ ഇന്ന് ഇട്ടിരിക്കുന്ന ടീഷർട്ടിന്റെ മുകളിൽ ഒരു ഹാർട്ട് ഉണ്ടായിരുന്നു. ആ ഹാർട്ടിന്റെ പിക്ചർ കണ്ടപ്പോൾ ആദില ചോദിച്ചു, ഈ ഹാർട്ട് ഞാനല്ലേ എന്ന്. ആ സമയം നൂറ കൊടുത്ത മറുപടിയൊന്ന് കേൾക്കണമായിരുന്നു. നൂറ പറഞ്ഞു, ഇത് വെറും പിക്ചറല്ലേ ബേബി, ഇതിന്റെ ഉള്ളിൽ ഒരു തുടിക്കുന്ന ഹൃദയമുണ്ട്, അതാണ് നീ എന്നായിരുന്നു ആദിലയോട് മറുപടിയായി നൂറ പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരും നല്ല റൊമാൻറ്റിക് കപ്പിൾസ് ആണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലേട്ടിംഗ് ചെയ്യുവാനും ഒട്ടും കുറവില്ലാത്തവരാണ്. ഇന്ന് ബിഗ് ബാങ് വീക്കിന്റെ ടാസ്കിൽ 3.5 ലക്ഷം നേടിയതിനു ശേഷമായിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്ന സംസാരമുണ്ടായിരുന്നത്. ആ സമയം നൂറ ആദിലയോട് പറഞ്ഞു, ഇവിടെ ഞാൻ ഇന്ന് ബേബിയെ പ്രൊട്ടക്ട് ചെയ്യാതെ അക്ബറിനെയായിരുന്നു പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാവർക്കും മനസ്സിലായി നമ്മൾ ടാസ്കിൽ ഒരുമിച്ചല്ല പ്ലാനിങ് ചെയ്യുന്നതെന്നും ഞാൻ ഫെയർ ഗെയിം കളിക്കുന്നതുമെല്ലാം അവരുടെ വായിൽ നിന്ന് തന്നെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി എന്നായിരുന്നു നൂറ പറഞ്ഞിരുന്നത്. നൂറ ആദിലയോട് ചോദിച്ചു, ടാസ്കിൽ തോക്കുമെന്നറിഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ആ ബോക്സ് വിട്ടുകൊടുക്കാത്തത് എന്ന്. ആ സമയം ആദില പറഞ്ഞു, തോക്കാണെങ്കിലും കളിച്ചു തോക്കാമല്ലോ, ഞാൻ എൻ്റെ മാക്സിമം ജയിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു, എനിക്കും ടാസ്കിൽ ജയിക്കണ്ടേ, ഞാനെന്തിനാ അങ്ങനെ വിട്ടുകൊടുക്കുന്നത് എന്നായിരുന്നു ആദിലയുടെ മറുപടി. എന്തായാലും ഞാനും അക്ബറും ഓൾറെഡി പ്ലാൻ ചെയ്തതുകൊണ്ടാണ് ബേബിയെ പുറത്താക്കിയത് എന്നായിരുന്നു നൂറ ആദിലയോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ബേബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.